സിനിജി, മുസ്ലിം രാഷ്ട്രങ്ങളുടെ അധികാരം മുഴുവൻ അമേരിക്കയ്ക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇറാൻ മാത്രമാണ് അമേരിക്കയിൽ നിന്ന് അകന്നു നിന്നത്. ഇറാനും കൂടി അമേരിക്കയോടൊപ്പം ചേരുന്നു ഈ മുസ്ലിം രാഷ്ട്രത്തിൽ. എങ്ങനെയാണ് അമേരിക്ക ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നത്? നമുക്കറിയാലോ, ഇപ്പം ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖമായ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. കാലങ്ങളായി സൗദി അറേബ്യ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയ്ക്ക് സൗദി അറേബ്യയിൽ ഈ ആർമിയുടെ ബേസ് ഉണ്ട്. കാരണം സ്വന്തമായിട്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഈ ഗൾഫ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നമ്മൾ പറയത്തില്ലേ, ഇപ്പം UAE, അതുപോലെ കുവൈറ്റ്, ബഹ്റിൻ, അത്തരത്തിലുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ സ്വന്തമായിട്ട് ആർമിയില്ല. ഇവരെയൊക്കെ സഹായിക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം മുഴുവൻ കൺട്രോളും വേണമെങ്കിൽ അമേരിക്കയ്ക്കാന്ന് പറയാം. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം എടുത്ത് നോക്ക്. പാകിസ്ഥാനിൽ ഒരു ഷാഡോ ഗവൺമെൻറ്റാണ് ഭരണം നടത്തുന്നത്. അതായത് ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന ആരാ? അമേരിക്കയാണ്. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതാരാ? അമേരിക്ക. അവിടെയും അട്ടിമറിച്ചതോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരുന്നു. ആ സർക്കാരിനെയും കടിഞ്ഞാണിരിക്കുന്ന ആരുടെ കയ്യിലാണെന്നറിയോ? അമേരിക്കയുടെ കയ്യിൽ. ഇനി അടുത്ത തുർക്കി. ഈ തുർക്കിയുമായിട്ടുള്ള ഒരു ബന്ധവും അമേരിക്ക നിലനിർത്തുന്നു. കാരണം തുർക്കിക്ക് നാറ്റോയിൽ അംഗത്വമുണ്ട്. അപ്പോൾ അമേരിക്ക പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു മുന്നേറ്റം തുർക്കിക്കും ഉണ്ടാകുന്നില്ല. ഇവിടെയൊക്കെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച രാജ്യം എന്ന് പറയുന്നത് ഇറാനായിരുന്നു. അപ്പോൾ ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അമേരിക്കയുടെ കാര്യങ്ങൾക്കൊന്നും നിലനിൽക്കുന്നില്ല. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരായിട്ട് ഒരു നിലപാടും ഈ ഇറാൻ പറയുന്നില്ല. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം ഇറാനിലെ പ്രോക്സി രാജ്യങ്ങൾ, പ്രോക്സി സേനകളുണ്ടല്ലോ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇതിനെല്ലാം തന്നെ നിഷ്പ്രഭമാക്കി, അല്ലെ തുടച്ചു നീക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇറാന് ഇനി അമേരിക്കയ്ക്കെതിരെ ചലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു, ഇനി ഇറാനും അമേരിക്കയുടെ പക്ഷത്തോട്ട് വരികയാണോ എന്നുള്ളത്. ഇപ്പം ഇസ്രയേലിൽ F-35 എന്ന് പറയുന്ന ഒരു വിമാനം അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഇതേ വിമാനം പലതവണ സൗദി അറേബ്യ ചോദിച്ചിട്ടും അമേരിക്ക കൊടുത്തിട്ടില്ല. അപ്പോൾ ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾക്ക്, സഖ്യരാജ്യം എന്ന് പറയാം, അല്ലെ വളരെ അടുത്ത രാജ്യം എന്ന് പറയാം, ആ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ആയുധങ്ങളൊന്നും അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. എന്നാൽ ഈ F-16 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന് കൊടുത്തിട്ടുണ്ട്, ജോർദാന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ UAEക്ക്, ബഹ്റിന്, പാകിസ്ഥാന്, ഇന്തോനേഷ്യക്ക്, ഇതിനെല്ലാം തുർക്കിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ US തുല്യമായ രാജ്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ടാണ് അമേരിക്ക ഇത് കൊടുക്കുന്നത്. കാരണം എന്താ അറിയാം, ഇപ്പോൾ അമേരിക്ക എടുത്ത് എന്താടാ എന്ന് വെല്ലുവിളിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാ? വേണമെങ്കിൽ റഷ്യ എന്ന് പറയാം, അമേരിക്ക, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് രാജ്യങ്ങൾക്കൊന്നും അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം എന്ന രീതിയിലേ നിൽക്കാൻ പറ്റൂ. അതിനെ വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല. അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നത് ഫ്രാൻസ് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ വെല്ലുവിളി ഉയർത്താത്ത മുഴുവൻ അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രികളെയും അമേരിക്ക തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഇടപെടലില്ലാതെ ഈ രാജ്യങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലാതെ വരുന്നു. ഇപ്പം ബംഗ്ലാദേശ് US ചൊൽപ്പടിക്ക് നിന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത്. പാകിസ്ഥാൻ എത്രയോ കാലമായിട്ട് US പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇന്ത്യക്കുള്ള ഒരു പണി നൽകാൻ വേണ്ടി മാത്രമാണ് ചൈന പാകിസ്ഥാനിൽ ചില ഇടപെടൽ നടത്തുകയോ സഹായം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ചൈനയ്ക്കെതിരെയും അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യമെടുത്താൽ മുഴുവൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതാണ്ട് അമേരിക്ക നിയന്ത്രിക്കുന്നു. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ എത്രയോ കാലമായിട്ട് ഇവരുടെ നിയന്ത്രണത്തിലാണ്. മാത്രമല്ല US ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമുക്കറിയാം, ഹൂത്തികളാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണം നയിച്ചതാരാ? ഇറാനാണ്. അപ്പം അയത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിലുള്ള മതതീവ്രവാദികൾ ഇടയ്ക്ക് അമേരിക്കയ്ക്ക് ഭീഷണിയുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ട് ഇറാനെ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ്, ആയുധങ്ങളുമൊക്കെ ഉണ്ട്, ശക്തമായ രാജ്യമായതുകൊണ്ട് ഇറാനെ എങ്ങനെയും ചൊൽപ്പടിക്ക് നിർത്താം. അതിനെന്ത് തന്ത്രം വേണേലും ഉപയോഗിക്കണം. അങ്ങനെ തന്ത്രം ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് ഇറാനെ ആക്രമിച്ചത്. ഈ ഇറാനെ ആക്രമിക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളാണ് ഇത് ആര് കൊടുക്കുന്നതാണ്? അമേരിക്ക കൊടുക്കുന്നതാണ്. അങ്ങനെ മൊത്തം രാജ്യങ്ങളും അവരുടെ ചൊൽപ്പടിയിലായപ്പോൾ ഇറാൻ്റെ ചിറവ് അരിഞ്ഞു. ഇനി ഇറാൻ ആയുധമില്ല, ഇവരെ എതിർക്കാനുള്ള സംവിധാനമില്ല, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ല. അങ്ങനെ മുസ്ലിം രാജ്യങ്ങൾ ഏതാണ്ട് മൊത്തമായിട്ടും ഇവരുടെ കൂടെ വന്നു. ഇനി മറ്റ് രാജ്യങ്ങളുടെ കാര്യം എടുത്താലും ഇപ്പോൾ ഇസ്രയേലിൻ്റെയും US തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ US ഇസ്രയേലുമാണ്. അതായത് ഇസ്രയേലിൽ മാത്രമാണ് ജൂതന്മാർക്ക് സ്വന്തമായിട്ടുള്ള രാജ്യം. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളുള്ളത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിലെ സമ്പന്നന്മാർ, അവിടുത്തെ ഉദ്യോഗ വൃന്ദത്തിലെ മികച്ച ആളുകൾ, അതുപോലെ തന്നെ ആർമിയിലെ മികച്ച ആളുകൾ, ഇവരെല്ലാം തന്നെ ജൂതന്മാരാണ്. അപ്പോൾ അമേരിക്ക എല്ലായ്പ്പോഴും ജൂതന്മാരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ പോലും ഉണ്ടായാലും, ജോ ബൈഡൻ വന്നാലും, ഇനി അതല്ല ട്രംപ് വന്നാലും, ജൂതന്മാരുടെ പിന്തുണയുള്ള അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയോ കാലമായിട്ട് ഈ ജൂതരാജ്യങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. മാത്രമല്ല ഇനി അടുത്ത രാജ്യം ക്രിസ്തുമതമാണ്.
ക്രിസ്തുമതമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത്. പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് കൊണ്ടുവെക്കുന്ന മതം ഏതാ? ക്രിസ്തുമതം. ആകെ ക്രിസ്തുമതം ഉള്ളതും എന്നാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലില്ലാത്തതുമായ ഒരു രാജ്യം റഷ്യയായിരുന്നു. അപ്പോൾ റഷ്യ ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്ക പറയുന്ന പോലെ കേൾക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി നോക്ക്, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പറയും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. ഇപ്പോൾ റഷ്യ ഓയിൽ കച്ചവടം വിലക്കിയിരുന്നു അമേരിക്ക ഓയിൽ കച്ചവടം വിലക്കി. എന്തുകൊണ്ടാണ്? റഷ്യ ഉക്രൈനെ ആക്രമിച്ചു എന്നുള്ള കാര്യം കൊണ്ട്. പക്ഷേ ഇതേ ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണം, കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്. ഈ അന്തരീക്ഷത്തിൻ്റെ തണുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ആണവ പദ്ധതികൾ അല്ലെങ്കിൽ പറയുന്ന പവർ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓയിലിൻ്റെ സഹായത്തോടെ നിലനിർത്താൻ പറ്റും. അപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങിയിട്ട് അത് മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റു. അവിടുത്തെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമേരിക്കയെ പേടിച്ച് ഈ ക്രിസ്തുമതം അനുശാസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുമതം പുലർത്തുന്ന മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ജൂത രാജ്യങ്ങളെ മുഴുവൻ ആര് നിയന്ത്രിച്ച് നിർത്തുന്നു? അമേരിക്ക നിർത്തുന്നു. ഇപ്പം യൂറോപ്പിൽ മറ്റ് ചില രാജ്യങ്ങളിലും ജൂതന്മാരുണ്ട്, അവിടെ അമേരിക്കയ്ക്ക് സ്വാധീനമുണ്ട്. ഇനി ക്രിസ്തുമതം, അമേരിക്കയുടെ കാര്യം അറിയില്ല, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ആ അമേരിക്കയിലും ഈ ക്രിസ്തുമതത്തിന് വലിയ വേരോട്ടം ഉണ്ടാകുന്നു. അവരെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് പറ്റുന്നു. അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ മുസ്ലിം കൺട്രീസ്, സൗദി അറേബ്യ, UAE, ബഹ്റിൻ, അതുപോലെ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ, കൂടാതെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇതെല്ലാം ഇവരുടെ നിയന്ത്രണത്തിൽ. ആകെ അകന്നിരുന്ന ഇറാഖായിരുന്നു. പിന്നീട് അമേരിക്ക സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ഇറാഖിനെ ആക്രമിക്കുകയും അവിടെ രാസായുധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇറാഖും ആരുടെ പിന്തുണയിലായി ഇവരുടെ. ഇനി സിറിയ, അതുപോലെ ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ഇവരൊക്കെ എത്രയോ കാലമായിട്ട് അമേരിക്കയുടെ ഒരു പിന്തുണയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സിറിയയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടെ കുർദുകൾ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട്. അവർക്ക് പണവും ആയുധവും എല്ലാം എത്തിച്ചു കൊടുക്കുന്ന അമേരിക്ക. അപ്പോൾ അവിടുത്തെ നിയന്ത്രണവും അമേരിക്കയുടെ കയ്യിലുണ്ടായി. ഇപ്പോൾ ഇവരുടെ പ്രശ്നം ഇറാനെ എങ്ങനെ കയ്യിലെടുക്കണമെന്നാണ്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദം ഉയരുന്നു, ഒന്നും കേൾക്കുന്നില്ല. പെസഷ്കിയാൻ എന്ത് പറയുന്നു? ഒന്നും മിണ്ടുന്നില്ല. അയത്തുള്ള അലി ഖമനേയി എന്ത് പറയുന്നു? ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്രിസ്തുമതം പ്രധാന മേഖലയായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അമേരിക്കയുടെ കൺട്രോളിലായി. ഇപ്പം മുസ്ലിം മതം മുഴുവൻ ഈ നിയന്ത്രിക്കുന്ന കാര്യം അമേരിക്കയുടെ കയ്യിലായിട്ടുണ്ട്. ജൂതമതങ്ങളെ നിയമിക്കുന്നത് മുഴുവൻ ഇവരായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലും മുസ്ലിം കുടിയേറ്റമുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണം ഇവരുടെ പക്ഷത്തേക്ക് വരും. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലൊന്നുമില്ലാതെ വലതുപക്ഷക്കാരായ ആളുകളുടെ നിയന്ത്രണത്തിലേക്ക് ഈ രാജ്യങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയുന്നത് അബ്രഹാം മതം എന്ന് പറയുന്നത് അബ്രഹാം മത രാജ്യങ്ങളാണ്. ക്രിസ്തുമതം, ജൂതമതം, അതുപോലെ തന്നെ ഇസ്ലാം മതം, ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഈ മതം പ്രധാനമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അടുത്ത ടാർഗറ്റായിട്ടാണ് അവർ ഇറാനെ കണ്ടിരുന്നത്. അപ്പോൾ ഇറാന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ മുമ്പിൽ നിർത്തി അവർ നടത്തിയ ഒരു പടയോട്ടം അത് ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥയും നമുക്ക് അമേരിക്കയ്ക്ക് എന്താ ഇതുകൊണ്ടുള്ള നേട്ടം? അതാണ്, ലോകത്തെ മുഴുവൻ പോലീസ് എന്ന നിലയിൽ ആർക്ക് നിൽക്കണം? അമേരിക്കയ്ക്ക് നിൽക്കണം. ആ അമേരിക്കയെ വെല്ലുവിളിച്ച രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ ഒരു വലിയ രാജ്യമാണ്, അംഗീകരിക്കുന്നില്ല. ചൈന അത് വേണമെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാവുന്ന രാജ്യമാണ്. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ അവർക്കെതിരെ നിൽക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം മുസ്ലിം കുടിയേറ്റത്തെ അവരത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ജോ ബൈഡനൊക്കെ വരുമ്പോൾ അതിന് വലിയ പ്രശ്നമില്ല. ഈ ട്രംപ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വരുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം അമേരിക്ക അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2016 അന്നാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. അന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാർ ഇറാന് വേണ്ടി മേൽ ഉപരോധം ഏർപ്പെടുത്തി. അതോടുകൂടി ഇറാൻ സാമ്പത്തികമായി തകർന്നു. അവർക്ക് എണ്ണ വിൽപ്പന നടക്കുന്നില്ല, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് നടക്കുന്നില്ല. എല്ലാ മേഖലയിലും അമേരിക്ക ഇറാനെ അങ്ങ് പൂട്ടി. അതോടുകൂടിയാണ് ഇറാൻ സാമ്പത്തികമായി ലോകത്തിന് മുന്നിൽ തകർന്നത്. എങ്കിലും അവരിൽ ആയുധമുണ്ടായിരുന്നു, മതതീവ്രവാദം ശക്തമായിട്ട് അവർ വളർത്തുന്നുണ്ടായിരുന്നു, ഓയിലുകൾ മറിച്ച് വിറ്റിട്ട് പ്രോക്സികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രോക്സികളെ ഉപയോഗിച്ച് അമേരിക്കയോട് പക വീട്ടാൻ വേണ്ടിയിട്ട് ഈ കപ്പലുകൾക്ക് നേരെ, എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള, കുവൈറ്റ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന ആർമി അമേരിക്കയുടേതായിരുന്നു. അപ്പോൾ ഇറാൻ ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നത് കൊണ്ട് അമേരിക്ക അതുകൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് വളരെ യാദൃച്ഛ്യമായിട്ട് ഇസ്രായേലുമായിട്ടൊരു യുദ്ധം വരുന്നു. ഹമാസ് അതിനകത്തേക്ക് ഉൾപ്പെടുന്നു. ഹമാസ് ഇറാൻ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ആയുധം കൊടുത്ത് വളർത്തുന്ന സുന്നി തീവ്രവാദ ഗ്രൂപ്പായിരുന്നു. അടുത്ത ഹിസ്ബുള്ള എന്ന് പറയുന്ന ഷിയ തീവ്രവാദി ഗ്രൂപ്പായിരുന്നു. മറ്റത് ഏറ്റവും അധികം ശല്യം ഉണ്ടാക്കുന്നത്, അതായത് കടലിൽ കൂടെ പോകുന്ന ചരക്കുകളെ പോലും
നശിപ്പിക്കുന്ന ഹൂത്തികളുണ്ടായിരുന്നു, അവരെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇറാൻ്റെ ഏതാണ്ട് ആധിപത്യം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സൗദി അറേബ്യയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ ഒരു മഹത്തായ രാജ്യം എന്ന നിലയിലേക്ക് ഇറാൻ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് അയത്തുള്ള അലി ഖമനൈ ഇത്രയും നാൾ വലിയ സ്വാധീനം ചെലുത്തിയത്. അവിടുത്തെ സ്വാതന്ത്ര്യം മുഴുവൻ അടിച്ചമർത്തി. നമുക്കറിയാലോ ഇറാനിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. അമേരിക്കയിലെ സ്വാതന്ത്ര്യം അതാണോ? അല്ല, അമേരിക്കയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം കൂടുതലുണ്ട് അല്ലേ, ഇറാനെ പോലെ അല്ല. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളൊക്കെ കൂടിയുള്ള നിയന്ത്രണം അമേരിക്കയിലേക്ക് വരുമ്പോൾ അമേരിക്ക കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് പോകും. അതെ അതെ. അപ്പൊ ഈ ഇറാനിൽ ഇനി സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾ വരുത്തി തരാം. അമേരിക്ക പറയാണ്, ഞങ്ങൾ അവര് മുഴുവൻ മുടിയൊക്കെ പുറത്ത് കാണുമോ, നിങ്ങൾ ജോലിക്ക് പോവുകയോ സിനിമയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും. അപ്പൊ അമേരിക്കൻ കൾച്ചർ, അപ്പൊ യൂറോപ്യൻ കൾച്ചർ വേണമെന്ന് ഇറാൻ എത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇറാന്റെ ഭാഗത്തുനിന്ന് എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ അയത്തുള്ള അലി ഖമനൈ ജീവനോടുണ്ടോന്ന് പോലും അറിയത്തില്ല. പെസഷ്കിയാൻ ഇതിന് വിധേയമാവുകയും ചെയ്യും. മാത്രമല്ല ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്ക ഇറാനിൽ പുതിയൊരു ഭരണകൂടത്തെ സൃഷ്ടിച്ചു കൊടുത്താൽ ഇറാനും ആരുടെ കീഴിലായി? അമേരിക്കയുടെ. അങ്ങനെ അബ്രഹാം മതരാജ്യങ്ങൾ മുഴുവൻ ഇനി ഭരിക്കാൻ പോകുന്നത് അമേരിക്കയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.